ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 വർഷത്തിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്ലാസ് 6 സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. 50 minutes സ്കൂൾ ഓഫ് ടൈം ഈസ് അലോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ടിവിറ്റീസ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, ആൻസർ എനി 6 ഫ്രം ദ 8 ആക്ടിവിറ്റീസ്. അപ്പോൾ ടോട്ടൽ 8 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലേതെങ്കിലും അറിയുന്ന 6 എണ്ണത്തിന് ഉത്തരം എഴുതുക. ആൻസർ ഓൾ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്റ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്താൽ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ഷാഡോസ് ഓഫ് എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എൻ ഓപ്പൺ സ്പേസ് അറ്റ് വാരിയസ് ടൈം ഓഫ് എ ഡേ ആർ ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വാരിയസ് ടൈമിലുള്ള ആ കുട്ടിയുടെ പിക്ചറും അതിൻ്റെ ഷാഡോയും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വൈ ഡു ദ ഷാഡോ ഡിഫർ? അപ്പോൾ ഈ ഷാഡോസ് ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ദാറ്റ് ദ സൺ സീംസ് ടു റൈസ് ഇൻ ദ ഈസ്റ്റസ്റ്റ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ എന്താണ്? ഭൂമിയുടെ റൊട്ടേഷൻ കാരണമാണ് ഇങ്ങനെ നിഴൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് റെവല്യൂഷൻ? വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് റെവല്യൂഷൻ? എന്താണ് റെവല്യൂഷൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ്? The movement of the earth around the sun is called revolution. എന്താണ്? The movement of earth around the sun. സണ്ണിൻ്റെ ചുറ്റുമുള്ള എർത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു റെവല്യൂഷൻ വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട്, റെവല്യൂഷൻ്റെ ഇഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീസൺസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് വിൽ ദ എർത്ത് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ? അപ്പോൾ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എർത്ത് എത്ര ദിവസം വേണം? എത്ര ദിവസമാണ്? 165 1/4 ഡേയ്സ് വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity 2, each climatic region possesses its unique characteristics. A question, arrange the creatures given below in their respective climatic region. അപ്പോൾ എന്താണ്? ക്ലൈമറ്റിക് റീജിയനും അതുപോലെ തന്നെ ക്രിയേച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലൈമറ്റിക് റീജിയൻ, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്ട്, ടണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ. അപ്പോൾ ആദ്യം ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ ഏതാണ് വരിക? മേലെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെൻഡീർ, ക്യാമൽ, പോളാർ ബിയർ, ഹോൺബില്ല്, സ്കോർപിയോൺ, ഒറാങ്കുട്ടൻ. അപ്പോൾ ഏതാണ് വരിക? ഹോൺബില്ലും ഒറാങ്കുട്ടനും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹോട്ട് ഡെസേർട്ടിൽ ഏതൊക്കെ വരിക? ക്യാമലും സ്കോർപിയോണും. ഇനി ടണ്ട്ര ക്ലൈമറ്റിക് റീജിയനിൽ റെൻഡീറും വരും, പോളാർ ബിയറും വരും. ഓക്കെ, ഇനി നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഒയാസിസ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് ഒയാസിസ് എന്നുള്ളത് ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. Oases are the places where water is available in hot desert. അപ്പോൾ ഹോട്ട് ഡെസേർട്ടിൽ വാട്ടർ അവൈലബിൾ ആയ സ്ഥലത്തിനെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദീസ് വാട്ടർ ബോഡീസ്. അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും ഹ്യൂമൻസും ഒക്കെ ഇതിൻ്റെ ചുറ്റുമായിട്ടാണ് ജീവിക്കുക. ഓക്കെ, കാരണം അവിടുന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റുമായിട്ടാണ് അവർ താമസിക്കുക. അപ്പോൾ ഇതാണ് ഒയാസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Activity 3. Indian architecture developed through different periods. A, identify the statement associated with Indo-Islamic architecture from those given below. എന്താണ് ഇതിൽ ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചറുമായി ബേസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. An architectural style developed by incorporating the style of Turkey and Persia with the indigenous style. അപ്പോൾ ഏതാണ് അത്? ഇന്തോ ഇസ്ലാമിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. The style introduced by Portuguese during 16th century. അത് പോർച്ചുഗീസിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് റോങ് ആണ്. ആർച്ചസ്, ഡോൺസ് ആൻഡ് മിനാററ്റ്സ് were the notable features of this style. അപ്പോൾ അത് ശരിയാണ്. ആർച്ചസും ഡോൺസും ഒക്കെയാണ് അപ്പോഴത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. Then figures of flowers and plants were carved
for decorating buildings. Correct ആണ്. Then next, pointed towers and arches are the major features of this style. അപ്പോൾ അത് wrong ആണ്. Okay. ഇനി next B question. Write one example of each for Indo-Islamic style and Gothic style of construction. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനും അതുപോലെ തന്നെ ഗോത്തിക് സ്റ്റൈലിനും ഒരു എക്സാമ്പിൾ എഴുതുക. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിന് ഒരു എക്സാമ്പിളാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ദെൻ ഗോത്തിക് സ്റ്റൈലിന് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Next activity, activity 4. The hot deserts are located between 20 and 30 latitudes on both the hemisphere. അപ്പോൾ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഹെമിസ്ഫിയറിൻ്റെ രണ്ട് സൈഡിലും 20 മുതൽ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെയാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഡെസേർട്ട്. അപ്പോൾ ഡെസേർട്ടിലെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. Though the day temperature is very high, nights are cool here. Summer are very hot, but very low temperature is experienced in winters. The amount of rainfall is very less here. എന്താണ്? The day temperature is very high. Day temperature നല്ല കൂടുതലാണ്. Nights are cool. Nights എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ളതാണ്. Summers are very hot. Summers ഒക്കെ വളരെ ചൂടാണ്. But very low temperature is experienced in winters. അപ്പോൾ വിൻറ്റേഴ്സിലാണെങ്കിലോ ഭയങ്കര ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ, അപ്പോൾ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഡെസേർട്ടും കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ഒന്നാമത്തെ അവർ തന്നിട്ടുണ്ട് സഹാറ, ആഫ്രിക്ക. ദെൻ രണ്ടാമത്തെ താറാണ്. താറിൻ്റെ കോണ്ടിനെൻറ്റ്സിൻ്റെ അവിടെ എന്ത് വരും? ഏഷ്യ എന്ന് വരും. ഓക്കെ, ഇനി കോണ്ടിനെൻറ്റ്സ് തന്നിട്ടുണ്ട് സൗത്ത് അമേരിക്ക. അപ്പോൾ അതിൻ്റെ ഡെസേർട്ട് എന്താ? അട്ടക്കാന. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെസേർട്ട് തന്നിട്ടുണ്ട് മൊഹേവാണ്. അതിൻ്റെ കോണ്ടിനെൻ്റ് എന്ത് വരും? നോർത്ത് അമേരിക്ക. Activity 5. Many new cities developed in Europe by the 11th century CE. അപ്പോൾ കുറേ ന്യൂ സിറ്റീസ് യൂറോപ്പിൽ 11th century ഒക്കെ ആയപ്പോഴത്തേനും ഡെവലപ്പ് ചെയ്തു. Then a question, what are the circumstances for the emergence of cities in medieval Europe? അപ്പോൾ medieval യൂറോപ്പിൽ ഈ സിറ്റീസൊക്കെ എമേർജ് ചെയ്തപ്പോൾ ഉള്ള സർക്കംസ്റ്റൻസസ് എന്തൊക്കെയായിരുന്നു? എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ്, പ്ലേസസ് ഓഫ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് of handicraft industry, cities centered on ports, trade with Asia countries and European countries. അപ്പോൾ ഇതൊക്കെയായിരുന്നു സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ. Then list out the features of medieval European cities. Most of these cities had their own administrative system. അപ്പോൾ ഒരുവിധം എല്ലാ സിറ്റീസിനും അവരുടേതായ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. ടോൾ ബൗണ്ടറി വാൾസ് were built to protect these cities. അപ്പോൾ ഈ സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബൗണ്ടറി വാൾസ് നിർമ്മിച്ചിരുന്നു. ദി സിറ്റീസ് were not at hygienic. അപ്പോൾ അത്ര ഹൈജീനിക് അല്ലായിരുന്നു. സെൻറ്റേഴ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്. ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയും ട്രേഡിൻ്റെയും ഒരു സെൻറ്റേഴ്സ് ആയിരുന്നു ഈ സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6. Activity 6. The exact location of places on Earth is determined based on the latitudes and longitudes. A part of the eastern hemisphere of the world map is given below. അപ്പോൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് റൈറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ കൺട്രീസ് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദെയർ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. അപ്പോൾ എന്താണ്? ഈ മാപ്പ് നോക്കിയിട്ട് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും കുറച്ച് കൺട്രീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ള ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും മാർക്ക് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം ഇന്ത്യ തന്നിട്ടുണ്ട് 8 ഡിഗ്രി നോർത്ത് ടു 38 ഡിഗ്രി നോർത്ത്. ദെൻ ലോഞ്ചിറ്റ്യൂഡ് വരുമ്പോൾ 68 ഡിഗ്രി ഈസ്റ്റ് ടു 98 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ ഇത് ആ മാപ്പിൽ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി അതുപോലെ നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ ഒക്കെ എഴുതാം. അപ്പോൾ നേപ്പാൾ എത്ര വരും? 20 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരും. ദെൻ ലോഞ്ചിറ്റ്യൂഡ് എന്ത് വരും? 80 ഡിഗ്രി ഈസ്റ്റ് ടു 90 ഡിഗ്രി ഈസ്റ്റ് എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രീലങ്ക വരുമ്പോൾ 0 ഡിഗ്രി നോർത്ത് ടു 10 ഡിഗ്രി നോർത്ത് എന്ന് വരും ലാറ്റിറ്റ്യൂഡ്. ദെൻ ലോഞ്ചിറ്റ്യൂഡ് 80 ഡിഗ്രി ഈസ്റ്റ് ടു 90 ഡിഗ്രി ഈസ്റ്റ് എന്ന് വരും. ദെൻ പാകിസ്ഥാന് 20 ഡിഗ്രി നോർത്ത് ടു 40 ഡിഗ്രി നോർത്ത് എന്ന് വരും. ദെൻ ലോഞ്ചിറ്റ്യൂഡ് 60 ഡിഗ്രി ഈസ്റ്റ് ടു 80 ഡിഗ്രി ഈസ്റ്റ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് 0 ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്? അപ്പോൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ പേരെന്താണ്? എന്താണ്? ഗ്രീൻവിച്ച് ലൈൻ.
ഇനി അടുത്ത ചോദ്യം, choose the correct answer for the angular distance of the longitude opposite to 0 degree longitude from the opposite given below. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. Activity 7. Observe the picture of medieval Indian temples. Write a short note on the changes that occurred in the constructions of temple. അപ്പോൾ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഇമേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്ന എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്ന് എഴുതാനാണ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയാണ്? ടെമ്പിൾസ് ആർ കാർവ്ഡ് ഔട്ട് ഓഫ് സിംഗിൾ റോക്സ്. അപ്പോൾ സിംഗിൾ റോക്സിൽ നിന്നാണ് ടെമ്പിൾസ് ഉണ്ടാക്കുക. ടോൾ ടെമ്പിൾസ് വർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ചൈസൽഡ് റോക്ക്. അപ്പോൾ എന്താണ് ഈ ടോൾ ടെമ്പിൾസ് ഒക്കെ ചൈസൽഡ് റോക്സിൽ നിന്നാണ് ഉണ്ടാക്കുക. ദി സ്റ്റൈൽ ഓഫ് അഡോറിങ് ടെമ്പിൾ വാൾസ് വിത്ത് സ്കൾപ്ചേഴ്സ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ വാൾ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക, സ്കൾപ്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടെമ്പിൾസിൻ്റെ പ്രത്യേകത. ദെൻ വിച്ച് ചോള കിങ് കൺസ്ട്രക്റ്റഡ് ദ ബൃഹദ്വേശ്വര ടെമ്പിൾ. ബൃഹദ്വേശ്വര ടെമ്പിൾ ഏത് ചോള കിങ് ആണ് ഉണ്ടാക്കിയത്? ആരാണ്? രാജരാജ ചോളയാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് കമാഖ്യ ടെമ്പിൾ ലൊക്കേറ്റഡ്. കമാഖ്യ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റിലാണ്? ഏതിലാണ്? ആസാമിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 7. ഇനി നമുക്ക് ആക്ടിവിറ്റി 8 നോക്കി നോക്കാം. Then activity 8. The social system in medieval Europe formed on the basis of land ownership is called feudalism. Feudalism എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Then a question, different categories of medieval Europe society is given below. Arrange them in the flow chart. അപ്പോൾ എന്താണ്? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് medieval Europe ആണ്. ഫാമേഴ്സ്, കിങ്, ലോർഡ്സ്, ലെസർ ലോർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇത് എന്താ പറയുക, അറേഞ്ച് ചെയ്തിട്ട് എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയണത്. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം കിങ് തന്നിട്ടുണ്ട്, ദെൻ നെക്സ്റ്റ് ലോർഡ് വരും, ദെൻ ലെസർ ലോർഡ് വരും, ദെൻ അടുത്തത് ഫാർമർ വരും, ഫാർമർ അല്ലെങ്കിൽ പേഴ്സൺസ്. ഓക്കെ, ഇനി ദ ബി ക്വസ്റ്റ്യൻ, ദ വാസ്റ്റ് ഏരിയ ഓഫ് ഓൺഡ് ബൈ ദ ലോർഡ്സ് വർ നോൺ ആസ് മാനർ. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ മാനർ. അപ്പോൾ എന്താണ് മാനർ എന്നൊക്കെ എഴുതുന്നത്. എക്സ്റ്റെൻസീവ് ഏരിയാസ് ഒക്യുപ്പൈഡ് ബൈ ദ ലോർഡ്സ് കോൾഡ് മാനർ. എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് ഏരിയ ഇങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനർ എന്ന് പറയുക. ഇൻ ഈച്ച് മാനർ ദർ വെർ മെഡോസ്. അപ്പോൾ ഓരോ മാനറിലും എന്തൊക്കെ ഉണ്ടായിരിക്കും? മെഡോസ് ഉണ്ടായിരിക്കും, മാനർ ഹൗസ് ഉണ്ടായിരിക്കും, മിൽസ് ഉണ്ടായിരിക്കും, ഹട്ട് ഓഫ് ഫാമേഴ്സ് ആൻഡ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. അപ്പോൾ ഇതൊക്കെ ഒരു മാനറിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ ഇൻക്ലൂഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.